ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ആയില്ലേ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി, തിരക്കല്ല മടിയായിപ്പോയി വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊരു ടൂറിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടൂറായിരുന്നു. എങ്ങോട്ടാണ് പോയതെന്നല്ല, കക്കാടംപൊയിൽ റിസോർട്ടിലേക്കാണ് നമ്മൾ പോയത്. ഞങ്ങൾ ഒരു ഫാമിലി ടൂറായിരുന്നു. എല്ലാ പെൺപടകളും കൂടി പോയൊരു ടൂറാണ്. ആണുങ്ങൾ ആരുമില്ല, ചെറിയ മക്കളുണ്ടായിരുന്നു ആണുങ്ങളായിട്ട്, വേറെ ആരുമില്ല കേട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം ഒരു ടൂറ്. അടിപൊളി ടൂറായിരുന്നു കേട്ടോ. കണ്ടോ, അടിച്ചു പൊളിക്കുന്നത്, ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക്. എല്ലാവരും കസിൻസാണ്, അച്ഛൻ്റെ പെങ്ങന്മാർ എല്ലാവരും, അങ്ങനെ അവരുടെ മക്കൾ, ചേച്ചിമാർ, എല്ലാവരും ഒരുപാട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഒരു 2 ദിവസം അടിപൊളിയായിട്ട് ഞങ്ങൾ പോയി വന്നു. അപ്പോൾ ഇന്ന് ടൂറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വണ്ടിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നാലും നമ്മൾ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ കുറിക്കാനൊക്കെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയതാണ്. പലരും പല സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിതരണം ചെയ്ത് ഞങ്ങളെല്ലാവരും കുറച്ച് യാത്ര ഇങ്ങനെ ചെയ്യുമായിരുന്നു. പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഡാൻസൊക്കെ ചെയ്ത്, ചെറിയ സ്പേസ് ആണെങ്കിൽ കൂടി ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ ഉള്ള സ്ഥലത്ത് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ വേറെന്താ, നമ്മൾ എത്താൻ ഒരു 2-2.5 മണിക്കൂറോളം മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അടുത്ത് തന്നെ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും വന്നിട്ടൊന്നുമില്ല. കാണാനൊക്കെ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കക്കാടംപൊയിൽ ടൗണിൽ നമ്മൾ എത്തി. അവിടെ വരെ മാത്രമേ നമ്മുടെ വണ്ടി പോവുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീപ്പ് നമുക്ക് നമ്മളെ കൂട്ടാൻ പറ്റും. നല്ല മഴ, ചെറിയൊരു മഴച്ചാറ്റുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ചേച്ചി, അപ്പോൾ വീഡിയോയിൽ നമ്മളിങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞതാണ്, ഡബ് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലം, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അടിപൊളി കാലാവസ്ഥയായിരുന്നു. ചെറിയൊരു തണുപ്പ്. നമ്മൾ ഏകദേശം ഉച്ച ടൈമിലാണ് അവിടെ എത്തിയത്. എന്നാൽ പോലും വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ചെറിയൊരു തണുത്ത ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു. ഞങ്ങൾ നല്ല ആസ്വദിച്ച് ഇങ്ങനെ ആണ് യാത്ര ചെയ്തത്. നമ്മളൊരു 3 ജീപ്പിലാണ് റിസോർട്ടിലേക്ക് പോയത്. 3 ജീപ്പിൽ കൊള്ളുന്ന ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തുന്നതിന് മുന്നേ നമുക്ക് ജീപ്പ് ഡ്രൈവർ നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊന്നും അധികം ആൾതാമസമൊന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ. അധികം ആൾതാമസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീടും കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. അതുപോലെ മോഹൻലാൽ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്തോ ചെറിയൊരു ഒരു വീട് പോലത്തെ ഒരു സംഭവമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് ആണെന്നാണ് ആ ജീപ്പ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല റിസോർട്ടായിരുന്നു കേട്ടോ. നല്ല ഒരു അടിപൊളി ഒരു ചെറിയ കുഞ്ഞു വീട് പോലെ തന്നെ. 2 റൂമും ഒരു കിച്ചണും പിന്നെ ഒരു സെൻട്രാളും ഒരു കോലായും പോലെ നല്ലൊരു അങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തിയപാടി നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പേരും ഡീറ്റെയിൽസൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും പ്രമോഷനോ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ടിൻ്റെ പേരെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ കമൻറ്റിൽ പറഞ്ഞു തന്നേക്കാം.
അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക സ്വിമ്മിംഗ് പൂളും നല്ല സ്ഥലം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. എല്ലാവരും എത്തിയപാടെ നമ്മൾ ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ത്വരയായിരുന്നു. ഒരുപാട് ഫോട്ടോസ് എടുത്തു, റീൽസ് ചെയ്തു. റീൽസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂള്. വലിയ സ്വിമ്മിംഗ് പൂളായിരുന്നു കേട്ടോ. ഒരുപാട് കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാവരും കണ്ടോ, ഫോട്ടോസ് കണ്ണട വെച്ചും അല്ലാതെയും ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മൾക്ക് അവിടെ വൈകുന്നേരം ചായ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ചായയും പഴംപൊരിയും ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. നല്ല പഴംപൊരി, ചൂട് പഴംപൊരി ആയിരുന്നു. ചെറിയ തണുപ്പിൽ ആ പഴംപൊരിയും ചായയും കുടിക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂളിൽ തകൃതിയായ നീന്തലും റീൽസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി റൂമിലേക്ക് റിസോർട്ടിനുള്ളിലേക്ക് വന്ന് അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമായിരുന്നു. അല്ല കണ്ടോ, 2 റൂമാണ്. ഞാൻ വിചാരിച്ചപ്പോൾ റൂമിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള റൂം തന്നെയായിരുന്നു. ഇതേ ഹോളിൽ എല്ലാവരും കൂടി ഇരുന്ന് കഥ പറയുകയാണ്. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല സ്വസ്ഥമായി ഇരുന്ന് വർത്താനമൊക്കെ പറയുമായിരുന്നു. കണ്ടോ, അവിടെ കേക്കൊക്കെ കൊണ്ടുവച്ചത് കണ്ടോ. അപ്പോൾ അത് ചെറിയൊരു കേക്ക് കട്ടിങ്. അങ്ങനെ ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തു. അതുപോലെ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ അടുക്കളയിൽ നിന്ന് അതിൻ്റെ ചെറിയ പണിയിലാണ്. അപ്പോൾ അവരെയും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. എല്ലാവരും ഇല്ലാണ്ട് കേക്ക് മുറിക്കുന്നത് ഒരു സുഖമില്ലല്ലോ. കുറച്ച് ആൾക്കാർ കിച്ചണിൽ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെയും കൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. കണ്ടോ, മക്കളെല്ലാവരും കൂടി ഇരുന്ന് നല്ല അടിച്ച് പൊളിച്ച് കളിക്കുക. അവരെന്തോ കളിയിൽ ഒക്കെ ആയിരുന്നു, എന്തോ ഒരു ഷീറ്റ് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആരോ. ഈ ഒരു കളിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ. അപ്പോൾ അവർ അടുക്കളയിലുള്ള ആൾക്കാരും കൂടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഏച്ചിമാരൊക്കെ ആയിരുന്നു, അവരും കൂടെ ഇങ്ങോട്ട് എത്തി. ഇനി നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനത്തെ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കൈമുട്ടേണ്ട ഒരു തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അതാണ് കേക്ക് മുറിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നല്ല, വിട്ടുപോയി. കൈമുട്ടേണ്ട തിരക്കില്ല, അതങ്ങ് വിട്ടുപോയി. അയ്യോ, വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പിന്നെയാണ് ഓർമ്മിച്ചത്. അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ മുറിക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. ചിക്കൻ നല്ല മസാലയൊക്കെ പുരട്ടി നല്ല പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചേച്ചിയാണ്, പിന്നെ അമ്മയുണ്ട്. അമ്മ എന്തോ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ചേച്ചിമാർ 2 ആൾക്കാരാണ് അതൊക്കെ റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് പുറത്ത് ഒരു ചെറിയൊരു ക്യാമ്പ് ഫയർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസോർട്ടിൻ്റെ ആൾക്കാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അവരതൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് വിളിച്ച സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊന്നുമില്ല കേട്ടോ. അവിടെ തന്നെയാണ് ഞങ്ങളുടെ റിസോർട്ടിന് താഴെ തന്നെയായിരുന്നു ക്യാമ്പ് ഫയർ നടത്തുന്നത്. മക്കളെല്ലാം ഓടിപ്പാഞ്ഞ് പോകുന്നതുണ്ടോ. നല്ല സുഖമായിരുന്നു ക്യാമ്പ് ഫയറിലും. എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കണ്ടോ.
എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡാൻസ് കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാം. എല്ലാവരും നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുകയും അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ഡാൻസ് കളിക്കുന്നതിനൊപ്പം തന്നെ അപ്പുറത്തുനിന്ന് ഗ്രില്ലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രില്ല് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് പോകേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നോക്കിയാൽ കാണുന്നിടത്ത് തന്നെയായിരുന്നു, സൈഡിൽ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രില്ല് ചെയ്യുന്ന അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഗ്രില്ലൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഗ്രില്ലൊക്കെ എല്ലാവരും ഇല്ല, ചേച്ചിമാർ 2-3 ആൾക്കാരാണ് ഗ്രില്ല് ചെയ്യാനൊക്കെ ഫുൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന വീഡിയോ മറന്നുപോയി. ഫുഡ് കഴിക്കുന്ന തിരക്കിൽ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഒരുപാട് ലേറ്റായി. പുലർച്ചെ എങ്ങാനാണ് കിടന്നത് എല്ലാവരും. അപ്പോൾ രാവിലെ ആയപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണിത്. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇതാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലി ഉണ്ടായിരുന്നു, അതുപോലെ പുട്ട്, ബ്രെഡ് റോസ്റ്റ് പോലെ ഒരു സംഭവം, പിന്നെ മുട്ട, പഴം, അങ്ങനെ നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്താണോ വേണ്ടതൊക്കെ നമുക്ക് കഴിക്കാൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 10-11 മണിയൊന്നും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവരുടെ ജീപ്പ് തന്നെയാണ് നമുക്ക് തിരിച്ച് നമ്മളെ ടൗണിൽ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് അവിടെ കൊണ്ടാക്കി തരൂ കേട്ടോ. എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. നമുക്ക് ഇവിടുന്ന് പോകാനുള്ള ഒരു മനസ്സാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പോയല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ തിരിച്ച് അവിടുന്ന് യാത്ര പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടുന്ന് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഒരു വെള്ളച്ചാട്ടമുണ്ട്, പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ നമ്മളിതേ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു വഴിയാണിത്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല കാണാൻ. കോഴിപ്പാറ വെള്ളച്ചാട്ടമെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഇച്ചിരി നടക്കാനുണ്ടായിരുന്നു. ബസ് അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി നടക്കാനുണ്ടായിരുന്നു. 2-3 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല ശരിക്ക് എത്ര പൈസയാണെന്ന്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് റീൽസ് ചെയ്തിട്ടില്ല കേട്ടോ. റീൽസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ച സമയം ആയതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വെയിൽ കൊണ്ട് റീൽസ് എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു, സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ മാത്രം. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടുന്ന് ഏതോ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് വൈകിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്രയും പേരാണ് ഞങ്ങൾ പോയത്. നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഇത്ര പേരാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റിസോർട്ടിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇതേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ബസ്സിൽ കയറിയിട്ട് ആർക്കും തുള്ളിച്ചാടാനുള്ള ഒരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വിഷമമായിരുന്നു. അയ്യോ തിരിച്ച് യാത്ര കഴിഞ്ഞല്ലോ, തിരിച്ച് വീട്ടിൽ പോവുകയാണല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു എല്ലാവർക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. രാവിലെ പുലർച്ചയ്ക്കാണ് എല്ലാവരും ഉറങ്ങിയത്. അപ്പോൾ ഈ ഒരു ക്ഷീണവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ യാത്രാ വിശേഷങ്ങൾ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.